Awesome, superb. With kids. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഹൈദരാബാദാണ് കേട്ടോ. ഹൈദരാബാദ് നമ്മുടെ സാറയുടെ റൂമിലാണ് ഇന്നലെ സ്റ്റേ ചെയ്തു. ഗൈസ്, ആ കാണുന്നത് എയർപോർട്ട് കേട്ടോ. ഒരു എയർപ്ലെയിൻ പോകുന്നുണ്ട് കണ്ട. ശരിക്കും ഗോപുരത്തിൽ ശരിക്കും കാണുമെന്നറിയില്ല കേട്ടോ. അങ്ങനെ പോകുന്നുണ്ട്. രാവിലെ തന്നെ റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന കാണുന്ന വ്യൂ ഇതാണ്. എന്താ ഇത് എയർപോർട്ട്, പിന്നെ ഫ്ലൈറ്റുകളൊക്കെ കയറി പോകുന്നൊക്കെ അങ്ങനെ കാണാം. പിന്നെ നൈറ്റ് ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാട്ടോ. ഇവിടെ നൈസ് വ്യൂ ആണ് എപ്പോഴും. പുറത്ത് ഇതേപോലെ ഷെയർ ഇട്ടിരുന്നാണ് കിട്ടിലും വ്യൂ ആണ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അതേപോലെ ഇങ്ങനെ റൂംസായിട്ട് ഇങ്ങനെ മേളോട്ട് ഒറ്റ റൂം. ഇതിൽ എന്താ ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു റൂം, ഒരു ബാത്റൂം അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ മേളോട്ട് ഇട്ടാം. പിന്നെ അവിടെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടംപോലെ. അങ്ങനെ ചേരിയൊക്കെ പോലെ കേട്ടോ അവിടെ. ആ ഫ്ലൈറ്റ് അങ്ങോട്ട് പോയി. ഒരു ഫ്ലൈറ്റ് കുറച്ച് മുമ്പ് ഇങ്ങനെ നമ്മുടെ അടുത്ത് കൂടെ ഇങ്ങനെ പോയിട്ടാണ്. പക്ഷെ എനിക്ക് അപ്പോൾ തന്നെ നമ്മുടെ ക്യാമറയിൽ ചാർജ് കുറവായതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫ്ലൈറ്റിൻ്റെ സൗണ്ട് ഇട്ടപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നാൽ ക്യാമറയ്ക്ക് എടുത്തുകൊണ്ട് വന്നാൽ, പക്ഷെ അത് അങ്ങോട്ടാണ് പോയത്. അപ്പോൾ എന്തായാലും ഇതിൽ വരിക വെച്ചാൽ നമുക്ക് എടുക്കാം അടിപൊളിയായിട്ട്. ഗൈസ്, ഇതാ കണ്ട പോണ കണ്ട. അയ്യോ, അപാര സൗണ്ട് അല്ലേ. ശരിക്കും ഇത്ര എടുത്തുന്നൊക്കെ ഞാൻ ഫസ്റ്റാണ് കാണണേ. അയ്യോ, ടേക്ക് ഓഫ് ആയി. എയറിൽ വന്നി. ഓ മാൻ. ഗൈസ്, നമ്മുടെ സൂര്യയുടെ പുതിയ സിനിമ റിലീസായിട്ടില്ലായിരുന്നു ആമസോൺ പ്രൈമിൽ. അത് കണ്ടേ പിന്നെ ഫ്ലൈറ്റിൽ കയറാനും ഫ്ലൈറ്റ് കാണാനൊക്കെ ഭയങ്കര കംഫർട്ടപ്പോൾ. എന്താണെന്നറിയില്ല, പക്ഷേ ഭാവിയിൽ അവസരം ഉണ്ടാവുമായിരിക്കും. ദൈവം സഹായിച്ചാൽ അവസരങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. നമ്മൾ ഫ്ലൈറ്റ് കണ്ടിട്ട് ഇഷ്ടംപോലെ കണ്ടിട്ട് നമ്മൾ ഫ്രണ്ട്സിനെ കൊണ്ടാക്കാനും ഒക്കെ പോയിട്ട് എയർപോർട്ടിലൊക്കെ പോയിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര അടുത്തു നിന്നൊക്കെ ഫസ്റ്റ് കാണാം കേട്ടോ. അത് നമ്മുടെ അടുത്തിലൂടെ അങ്ങനെ പാസ് ചെയ്യുന്നൊക്കെ ഫസ്റ്റ് അനുഭവമാണ്. എന്തായാലും കിടിലാണ്. നമ്മുടെ റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു വിഷ്വൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യ നിങ്ങളോട്. ഓക്കെ, സോ ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ റൂമിൽ നിന്ന് കുക്ക് ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ പോയി പുറത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ച് ദോശയൊക്കെ മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി മേടിച്ചിട്ട് വരാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മാസ്ക് വെച്ചിട്ട് തന്നെ ആയിട്ട് ഇറങ്ങുന്നത്. അതെ, നമ്മൾ മാക്സിമം സേഫ്റ്റി ഞങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ ദോശ നമ്മൾ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്ന റൂമിലെ ആൾ സേഫ്റ്റിയാണ്. കാരണം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്. അതെ അതെ. പിന്നെ നമ്മളിനി വേറെ സ്ഥലങ്ങളൊക്കെ പോകണത്. അപ്പോൾ നമ്മൾ നമ്മുടെ മാക്സിമം കെയർ ചെയ്യുക. അപ്പോൾ ഇനി ദോശ മേടിക്കണം, തിരിച്ചു വരണം. അതെ, ഇതിൻ്റെ ഇടയ്ക്ക് വണ്ടിക്ക് നമുക്ക് ഇപ്പോഴും ലൂബ് കിട്ടിയിട്ടില്ല കേട്ടോ. ലൂബ് കിട്ടാത്ത ഭയങ്കര ഒരു പ്രശ്നമായിട്ടൊക്കെയാണ്. തൊട്ടപ്പുറത്ത് KTM ഷോറൂം ഉണ്ട്. പക്ഷെ നമ്മൾ വണ്ടിയുടെ കേക്ക് ഇറക്കെങ്കിൽ ഒരു 2000 രൂപയുടെ എക്സ്പെൻസ് എന്തായാലും അവിടെ ഉണ്ടാവും. സോ നമ്മൾ വില ലോക്കൽ വർക്ക്ഷോപ്പിലോട്ട് ക്ലീൻ ചെയ്തിട്ട് ലൂബ് അടിക്കാനുള്ള പരിപാടികളുണ്ട്. അപ്പോൾ അതും കൂടി നോക്കണം. അപ്പോൾ നമുക്കിന് ചെയ്യാന്നുള്ളൂ. ഒരു 100 രൂപ എടുത്ത് ബ്രഷ് കിട്ടും, അല്ലെങ്കിൽ ഒരു ചെറിയ പല്ലൊക്കെ ബ്രഷ് മേടിച്ചാലും മതി. ക്ലീൻ ചെയ്യാം. പക്ഷെ സമയം എടുക്കുന്നുള്ളൂ, റിസ്ക് എടുക്കണം. പക്ഷെ അതായിരിക്കും ഒന്നും കൂടി നമുക്ക് സേഫ് അല്ലേ. നോക്കാം നമുക്ക്. അപ്പോൾ അതൊന്ന് അന്വേഷിക്കണം. പിന്നെ ദോശ മേടിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. രാവിലെ ഒരു സാറ് ചായ ഉണ്ടാക്കി തന്നു, അത് കുടിച്ചു. കട്ടൻ ചായ. അതെ, രാവിലെ തന്നെ കിട്ടി. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊടുക്കും. ഞങ്ങളിപ്പോൾ ഒരു ചെറിയൊരു ഇടവഴി കൂടെയാണ് പോകുന്നത്. കണ്ട 2 സൈഡും വീടും കാര്യങ്ങളൊക്കെയാണ്. അത് ഫുള്ള് തിക്കായിട്ടുള്ള അല്ലേ. അതെ അതെ, അധികം സ്പേസ് ഒന്നുമില്ല. കാറൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഇവർക്ക്. ചിലപ്പോൾ ഒരു കോമൺ പാർക്കിംഗ് ആയിരിക്കില്ല ചിലപ്പോൾ വണ്ടിയിലവർക്ക്. ഒരു റോഡ് സൈഡിലൊക്കെയാണ് പാർക്ക് ചെയ്യുന്നത്. അതെ അതെ അതെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട് പോലെ അങ്ങനെ വിട്ടുവിട്ടൊന്നുമല്ല. എല്ലാവർക്കും ഒറ്റ മതിലാണ്. ഒരു മതിലാണ് അവരുടെ വീടിൻ്റെ അപ്പുറം. അതെ, അങ്ങനെയാണ് ഒരു വീട് മുഴുവൻ. ഒരു വീട് തൊട്ടപ്പുറത്ത് അടുത്ത വീടായി. ഇതെല്ലാം പല പല ആൾക്കാരാണ്, പക്ഷെ എല്ലാവർക്കും ഒരു മതിലാണ് അവരുടെ. പിന്നെ ഇവിടുത്തെ പൊതുവെ വീടുകളൊക്കെ നമ്മുടെ ഇവിടുത്തെ കുറവാണ്, ഹൈറ്റ് കൂടുതലാണ്. അവർ പൊക്കിയിട്ട് ഇങ്ങനെ 2 നില 3 നില അങ്ങനെ ആയിട്ട് അങ്ങനെ പോവാം. പക്ഷെ നമ്മൾ ഇവിടുത്തെ കുറവാണ്. കാരണം കുറച്ച് നല്ല വിലകളുണ്ടാവും സ്ഥലത്തിനൂടെ. അപ്പം അങ്ങനെ ആയിരിക്കും.
അപ്പോൾ ഗായ്സ് നമുക്ക് ദോശ കിട്ടിട്ടോ, പ്ലെയിൻ ദോശയാണ്. 5 ദോശ മേടിച്ചു, പിന്നെ ചട്നിയും പിന്നെ 3 വടയൊക്കെ മേടിച്ചിട്ടുണ്ട്. ടോട്ടല് 175 റുപ്പീസ് ആയിട്ടോ. ഇല്ല 170 ആയിട്ട്. 170 ആയി. 170. ഓക്കെ. അപ്പോൾ ഇനി പോയിട്ട് റൂം പോയിട്ട് കഴിക്കണം. സമയം 10 മണിയായിട്ടോ. അപ്പോൾ വിശക്കുന്നുണ്ട് എനിക്ക്. വിശക്കുന്നുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് സാറയുടെ ഒരു ഫ്രണ്ട് ജാർഖണ്ഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഓർഡർ കൊടുത്തു. നമുക്കിപ്പോൾ സാധനം റിസീവ് ആയിട്ടുണ്ട്. ഓക്കെ, ബർത്ത്ഡേ കേക്ക് അവിടെ നിന്ന് വന്നേട്ടോ, ജാർഖണ്ഡിൽ നിന്ന് കേട്ടോ ബർത്ത്ഡേ കേക്ക്. സോ ഹാപ്പി ബർത്ത്ഡേ സാർ. സാറയുടെ ഫ്രണ്ട് അവിടെ നിന്ന് ജാർഖണ്ഡിൽ നിന്ന് അയച്ചു കൊടുത്ത സാധനമാണ്. സോ അതാണ് ബെസ്റ്റ് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. സോ ഓക്കെ. അപ്പോൾ നൈറ്റ് വേറെ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഈ കേക്ക് ഇപ്പോൾ കട്ട് ചെയ്യും. ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്, അപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്യും. അപ്പോൾ ജോബിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. She's already around. Yeah. This one is for dressing only, na? For lighting only, na? This one also. But this one also for lighting only, na? അപ്പോൾ നമ്മളിപ്പോൾ ഒരു കേക്ക് മുറിക്കും. പിന്നെ വൈകുന്നേരം വേറെ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ടാവും. പത്തിലൊക്കെ പോകുന്നവർക്ക് ഇരുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണ്. അപ്പോൾ ഇനി കേക്ക് മുറിക്കാൻ പോകണം. Sure. I'm keeping aside. Akka. After cold. फोटो सबको एक साथ फोन करेंगे। और एक कैंडल जलाना, सबको ही फूकेंगे। Everyone will blow candle.
അങ്ങനെ നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്ത് പിള്ളേരുടെ കൂടെ ഒരു സെറ്റ് കഴിഞ്ഞു. ഇനി ഒരു സെറ്റും കൂടി ഉണ്ട്, അത് വൈകുന്നേരമാണ്. ഓക്കെ, കേക്ക് എപ്പോഴും നല്ല ഈ കേക്ക് സാറിന് ബെസ്റ്റ് ഫ്രണ്ട് ജാർഖണ്ഡിൽ നിന്നും ഇവിടെ വിളിച്ച് ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്ന സാധനമാണ്. നിങ്ങളോ കുറവാ No need to hold. മേക്കപ്പ് You can. അമ്മ മേക്കപ്പ് നമ്മൾ ഇപ്പഴേ സെൽഫി എടുക്കണം हो गया चुप You take a selfie, okay? You remember from my birthday you guys wanted from me, huh? Facial. हो गया चुप Guys, അവളൊക്കെ ഒന്നുകൊണ്ടിരിക്കുക. രാവിലെ മുതൽ ഫേഷ്യൽ ആണ്. ഒരു 6 ക്രീം ഉണ്ട്. celebrating 30 years birthday. ബുദ്ധ हो गया. 30th birthday. Yes. 99 birthday ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞ രാവിലെ മുതൽ 6 ക്രീമാണ്. കാലിൽ നിന്ന് 6 ക്രീം പോയിട്ടുണ്ടാ. ഇത് വന്ന് 7 अभी अच्छा है. This selfie photo. Glory Sara, how is your first celebration? awesome superb with kids thank you so much അപ്പോൾ ഗായ്സ് ഈ വീഡിയോയുടെ ചെൻഡ് ചെയ്യാണ്. ഇനിയും പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. പിന്നെ തരാട്ടോ. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.